ചൊവ്വയിലും ചന്ദ്രൻ്റെയും സർഫസിൽ കാണപ്പെടുന്ന ചില അസാധാരണ രൂപങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും ഒക്കെ തന്നെ ഇൻ്റർനെറ്റിൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അതിൽ ചിലതൊക്കെ കാണുന്ന സമയത്ത് കോൺസ്പിറസി തിയറികൾ പടച്ചുവിടുന്നവർ പറയുന്നത് പോലെ ചന്ദ്രനിൽ പിരമിഡ് കാണുക, അല്ലെങ്കിൽ ചൊവ്വയിൽ പിരമിഡ് കാണുക, മനുഷ്യൻ്റെ മുഖത്തിനോട് സാദൃശ്യമുള്ള ചിത്രങ്ങൾ കാണുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ഭൂമിക്ക് വെളിയിലുള്ള ഗോളങ്ങളിൽ നമുക്ക് ഇത്രത്തോളം താല്പര്യമുള്ളപ്പോഴും അവിടെ നിന്ന് വരുന്ന കാര്യങ്ങളിൽ നമ്മൾ അന്ധമായി വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചിത്രം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നത്? പാറ്റേണുകൾ മനസ്സിലാക്കുക എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വഭാവമാണ്. അത് ചന്ദ്രനെന്നോ ചൊവ്വയെന്നോ വ്യത്യാസമില്ല. ഭൂമിയിൽ കണ്ടാലും നമ്മളത് വിശ്വസിക്കും. ഉദാഹരണത്തിന് ഈ ചിത്രം നോക്കുക. ഇത് അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്ന ഒരു ചെറിയ മലയാണ്, ചെറിയൊരു കുന്നാണ്. പക്ഷേ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈജിപ്തിൽ മനുഷ്യൻ നിർമ്മിച്ച പിരമിഡുകൾ പോലെ തോന്നുന്ന രീതിയിലുള്ളൊരു കുന്നായിട്ടാണ് അന്റാർട്ടിക്കയിലെ ഒരു കുന്നിനെ നമുക്ക് തോന്നുന്നത്. ചൊവ്വയിൽ 1976 വൈക്കിംഗ് 1 എന്ന് പറയുന്ന പേടകം എടുത്ത ഈ ചിത്രം നോക്കുക. ഒരു മനുഷ്യൻ്റെ മുഖം പോലെ തോന്നുന്ന, ഒരു മാസ്ക് പോലെ തോന്നുന്ന എന്തോ ഒന്ന് ചൊവ്വയിൽ കിടക്കുന്നതായിട്ടാണ് ആ ചിത്രം കണ്ടപ്പോൾ നമുക്കെല്ലാവർക്കും അന്ന് തോന്നിയത്. അന്ന് നമ്മളുണ്ടായിരിക്കില്ല. അല്പം പ്രായമുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കേട്ടിട്ടുണ്ട് എങ്കിൽ നമുക്ക് അന്നത്തെ ചർച്ചകളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് അത് ഡീബങ്ക് ചെയ്യപ്പെട്ടു. കാരണം അതൊരു കുന്നു മാത്രമാണ് എന്നും ഒരു പ്രത്യേക ആംഗിളിൽ സൂര്യപ്രകാശം വന്ന് വീഴുന്ന സമയത്താണ് ഒരു മനുഷ്യൻ്റെ മുഖത്തോട് സാദൃശ്യമുള്ളതുപോലെ തോന്നിയത് എന്നും പിന്നീട് റിപ്പോർട്ടുകൾ വന്നു. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് കുന്ന് അല്ലെങ്കിൽ ഏത് മലയാണോ മനുഷ്യൻ്റെ മുഖം പോലെ തോന്നിയത്, അതിൻ്റെ 3 ഡയമെൻഷണൽ മാപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതും ഡീബങ്ക് ചെയ്യപ്പെട്ടതാണ്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർനെറ്റിൽ വരുന്ന മറ്റൊന്നാണ് ചൊവ്വയിൽ പിരമിഡിൻ്റെ ബേസ് പോലെ തോന്നുന്ന രീതിയിൽ 90 ഡിഗ്രി ആംഗിളിൽ വരുന്ന ചില മലകളെയും രൂപങ്ങളെയും കുറിച്ചുള്ള സംശയങ്ങൾ. ആക്ച്വലി അതും ചില കമ്പ്യൂട്ടർ ഗ്രാഫിക്സുകളും ഇപ്പോൾ AI-യും പിന്നെ ഫോട്ടോഷോപ്പിൻ്റെയും സഹായത്തോടു കൂടി ചെറിയ ചേഞ്ചുകൾ വരുത്തും. കോൺട്രാസ്റ്റ് കൂട്ടുകയോ ഷാർപ്നെസ് കൂട്ടുകയോ മാനിപ്പുലേഷൻ വരുത്തുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ഇത് മനുഷ്യൻ്റെ നിർമ്മിതികൾ ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെയുണ്ട് എന്നുള്ള രീതിയിൽ വാർത്തകൾ പുറത്തു വരാറുണ്ട്. ഒരു സ്ത്രീ നടന്നു പോകുന്നതിനോട് സാമ്യതയുള്ള രൂപത്തെ ചൊവ്വയിൽ നിന്ന് ചിത്രത്തിലെടുത്തു എന്നുള്ള രീതിയിൽ പണ്ട് പ്രമുഖ മലയാള മാധ്യമങ്ങളുടെ ഫ്രണ്ട് പേജിൽ വന്ന ചിത്രങ്ങളും ഒക്കെ തന്നെ പല രീതിയിൽ ഇൻ്റർനെറ്റിൽ പ്രചരിക്കുന്നതായി കാണാം. ഇവയൊക്കെ തന്നെ ഔദ്യോഗികമായി നാസ പോലെയുള്ള ബഹിരാകാശ ഏജൻസികളോ യൂറോപ്യൻ സ്പേസ് ഏജൻസിയോ ഒന്നും പുറത്തുവിട്ട ചിത്രങ്ങളായിരിക്കില്ല. അവർ ആൾറെഡി മുമ്പ് പുറത്തുവിട്ട ചിത്രങ്ങൾക്കുള്ളിൽ നിന്നും ചില പാറ്റേണുകൾ ഇതുപോലെ കണ്ടെത്തിയതിനു ശേഷം മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിരിക്കും. അത്തരത്തിൽ ഈ അടുത്ത് ഇംഗ്ലീഷിലൊക്കെ തന്നെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു ചിത്രമാണിത്. ഇത് നാസ പുറത്തുവിട്ട ചിത്രമൊന്നുമല്ല, അത് മാനിപ്പുലേറ്റഡ് ആണ്. പക്ഷേ യഥാർത്ഥ ചിത്രം എന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കുന്ന ഒരു പിരമിഡിൻ്റെ ബേസ് പോലെ തോന്നുന്ന ചൊവ്വയിലെ ഒരു രൂപമാണ്. ആക്ച്വലി ഇതിൻ്റെ സ്കെയിൽ എന്ന് പറയുന്ന വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്നത് പോലെയാണ് മിക്കപ്പോഴും ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും ഒക്കെ തന്നെ പല രൂപങ്ങളും എടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇവിടെ കാണുന്ന ഒരു പിരമിഡിൻ്റെ നീളവും വീതിയും ഒക്കെ ആയിരിക്കും അവിടെ ഉള്ളത് എന്ന്. അങ്ങനെയല്ല. പല രൂപങ്ങൾക്കും 3 മുതൽ 4 കിലോമീറ്റർ വരെ നീളമുണ്ടാവും. പക്ഷേ സ്പേസിൽ നിന്ന് ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു പാറ്റേൺ ഫീൽ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് വാസ്തവവും. അപ്പോൾ ചോദ്യം ഇതാണ്: ചന്ദ്രനിലും ചൊവ്വയിലുമൊക്കെ തന്നെ രൂപങ്ങൾ മാറി മാറി തെളിയാനുള്ള കാരണം എന്താണ്? അവിടെയൊന്നും ഭൂമിയെ പോലെയുള്ള മറ്റു മാറ്റങ്ങൾ സംഭവിക്കുന്നില്ലല്ലോ. ഉദാഹരണത്തിന് ഈ കാണുന്ന മരുഭൂമിയിലെ ഡ്യൂണുകൾ ശ്രദ്ധിച്ചോ? ഇത് ആകാശത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രകല പോലെ തോന്നുന്നതായിട്ട് അനുഭവപ്പെടാം. പിന്നെ ചില സമയങ്ങളിൽ മനുഷ്യൻ തന്നെ വെട്ടിയുണ്ടാക്കുന്ന ക്രോപ്പ് സർക്കിളുകൾ ഏലിയൻസ് ഉണ്ടാക്കിയതാണ് എന്ന് പറയാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അന്റാർട്ടിക്കയിലെ പിരമിഡ് പോലെ തോന്നുന്ന രൂപങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യൻ തന്നെ നിർമ്മിച്ച പല രൂപങ്ങൾ, ഇതൊക്കെ ഭൂമിയിൽ നമ്മൾ കാണാൻ കഴിയും. ഗൂഗിൾ മാപ്പോ സാറ്റലൈറ്റുകൾ എടുത്ത ചിത്രങ്ങളോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. ചില ചിത്രങ്ങളിൽ നദികൾ വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്നത് അനാക്കോണ്ടയോ മലമ്പാമ്പോ ഒക്കെ നീന്തി പോകുന്നത് പോലെ നമുക്ക് തോന്നുന്ന രീതിയിൽ വരെ കാര്യങ്ങൾ എത്തിച്ചേരാറുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ തന്നെ ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോഷോപ്പ് ചെയ്യാനും അതിൻ്റെ ഉള്ളിലേക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനും എളുപ്പമാണ്. നമ്മളിവിടെ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടത് ചന്ദ്രനിൽ അങ്ങനെ ആക്ടിവിറ്റികളൊന്നും തന്നെ അതിൻ്റെ സർഫസിൽ നടക്കുന്നില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയപ്പോഴുള്ള കാൽപാദം ഇപ്പോഴും നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ കാണുമെന്ന് പറയുന്നത്. കാരണം ചന്ദ്രനിൽ കാറ്റില്ല, അവിടെ ജിയോളജിക്കൽ ആക്ടിവിറ്റികളില്ല. ജിയോളജിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഭൂകമ്പം ഉണ്ടാകുന്നത് ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം കൊണ്ടാണ്. അപ്പോൾ പലപ്പോഴും അങ്ങനെയുള്ള ആക്ടിവിറ്റികൾ, മണ്ണൊലിപ്പ്, അതുപോലെ തന്നെ ഭൂമികുലുക്കം, ഉരുൾപൊട്ടൽ, സുനാമി തുടങ്ങിയ പ്രതിഭാസങ്ങൾ നടക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ജിയോളജിക്കൽ ആക്റ്റീവായിട്ടുള്ള പ്ലേറ്റുകളല്ല ചന്ദ്രനിലുള്ളത്. പക്ഷേ അതേസമയം
ഉൽക്കകളും പാറക്കഷ്ണങ്ങളും ഒക്കെ വന്ന് വീഴുന്ന സമയത്ത് ചന്ദ്രനിൽ പലതരത്തിലുള്ള ഗർത്തങ്ങളും വിടവുകളും രൂപപ്പെടാറുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ ആഴ്ചത്തെ പ്രധാനപ്പെട്ട BBC-യുടെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള ന്യൂയോർക്ക് ടൈംസിൻ്റെയൊക്കെ സയൻസ് പേജുകളിൽ വന്ന പ്രധാനപ്പെട്ടൊരു വാർത്തയായിരുന്നു ചന്ദ്രനിൽ ഭൂമിയിലുള്ള ഗ്രാൻഡ് കാനിയോണിൻ്റെ വലിപ്പത്തിലുള്ള ചില വിടവുകൾ അതിൻ്റെ ധ്രുവപ്രദേശങ്ങളിലായിട്ട് കണ്ടെത്തി. അതുണ്ടായത് ഉൽക്കകളും മറ്റും പതിച്ചതിൻ്റെ ഫലമായിട്ടാണ് എന്നുള്ളത്. ഗ്രാൻഡ് കാനിയോണിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അത് വളരെ വലിയ താഴ്വരകളാണ്, കുത്തനെയുള്ള താഴ്വരകളാണ്. പണ്ട് നദികളും മറ്റും ഒഴുകിയതിൻ്റെ ഫലമായിട്ട് രൂപപ്പെട്ടു വന്നവയാണ്. ചന്ദ്രനിൽ അങ്ങനെ ഉൽക്കകളൊക്കെ വന്നിടിച്ചതിൻ്റെ ഫലമായിട്ടാണ് വിടവുകളും രൂപങ്ങളും ഒക്കെ ഉണ്ടാവുക. പക്ഷേ ചൊവ്വയുടെ കാര്യം അങ്ങനെയല്ല. ഭൂമിയിൽ ജലത്തിൻ്റെ ചക്രമുണ്ട്, വാട്ടർ സൈക്കിളുണ്ട്. അത് കടൽ വെള്ളത്തെ നീരാവിയാക്കി മഴയാക്കി പെയ്യുകയും ചില സ്ഥലങ്ങളിൽ മഞ്ഞാവുകയും മഞ്ഞ് കട്ടിപിടിക്കുകയും മറ്റു ചില സീസണുകളിൽ മഞ്ഞ് ഉരുകുകയും ഒക്കെ ചെയ്യുന്ന പ്രതിഭാസമുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ വലിയ മഴ പെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇറോഷനുകൾ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഭൂമിയുടെ ഉപരിതലത്തിലെ പല രൂപങ്ങളും മാറി മറിയുന്നത്. നദികൾ ദിശ മാറി ഒഴുകാം, മരങ്ങൾ നല്ലപോലെ നിന്ന സ്ഥലത്ത് നിന്ന് മരങ്ങൾ അപ്രത്യക്ഷമാകാം, പുൽമേടുകൾ അപ്രത്യക്ഷമാകാം, കുന്നുകൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാകാം, കാരണം കുന്നുകൾ ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഭൂമിയുടെ ഒരു പ്രത്യേകത അനുസരിച്ചുകൊണ്ട് പല പർവ്വതങ്ങളെയും കുന്നുകളെയും നോക്കിക്കഴിഞ്ഞാൽ അവയുടെ താഴ്വാരങ്ങളൊക്കെ തന്നെ രൂപപ്പെട്ടിരിക്കുന്നത് വെള്ളത്തിൻ്റെയോ മഞ്ഞിൻ്റെയോ സാന്നിധ്യം കൊണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ നാച്ചുറലായിട്ട് തന്നെ പിരമിഡ് പോലെ കാണാൻ സാധ്യതയുള്ള കുന്നുകൾ നമ്മുടെ ഭൂമിയിലുണ്ടാകാം. കാരണം കുന്നുകൾ സാധാരണ രൂപപ്പെട്ടു വരുന്നത് വലിയ ഡ്യൂണുകൾ പോലെയൊക്കെയാണ് എങ്കിലും മഴയും മഞ്ഞുമൊക്കെ വരുന്ന സമയത്ത് സൈഡിൽ നിന്ന് മണ്ണ് ഒലിച്ചൊലിച്ചു പോയതിന് ശേഷം അതിങ്ങനെ മുകൾ ഭാഗം കൂർത്ത രൂപത്തിലേക്ക് മുകളിൽ നിൽക്കാം. എന്നിട്ട് അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തിന് സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുമ്പോൾ താഴേക്ക് ഇടിഞ്ഞു വീഴാനും അതിൻ്റെ സൈഡ് വാരം മണ്ണെത്തിയതിന് ശേഷം കൃത്യമായ മനുഷ്യനുണ്ടാക്കിയ ഒരു പിരമിഡ് പോലെ തോന്നാനുമൊക്കെയുള്ള സാധ്യതയുണ്ട്. ചൊവ്വയിലെ കാര്യം അങ്ങനെയാണോ? ചൊവ്വയിൽ വാട്ടർ സൈക്കിളുണ്ടോ? ചൊവ്വയിൽ ഒരു കാലത്ത് വെള്ളമുണ്ടായിരുന്നു എന്നാണ് നമ്മൾ അയച്ച മിക്ക പേടകങ്ങളുടെയും ചിത്രങ്ങളുടെയും ഗവേഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മാർസ് ഗ്ലോബൽ സർവേയർ എന്ന് പറയുന്നൊരു പേടകമാണ് പിരമിഡിൻ്റെ ബേസ് പോലൊരു ചിത്രം എടുത്തതെങ്കിൽ ഇപ്പോൾ മാർസ് റെക്കനൈസൻസ് ഓർബിറ്റർ എന്ന് പറയുന്നൊരു ഓർബിറ്റർ ചൊവ്വയെ മുഴുവൻ മാപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെർസെവറൻസ്, ക്യൂരിയോസിറ്റി തുടങ്ങിയ പേടകങ്ങളും ഇൻസൈറ്റ് പോലെയുള്ള പഴയ പേടകങ്ങളും ഒക്കെ തന്നെ വലിയ തോതിൽ ആക്റ്റീവായിട്ട് ചൊവ്വയെ പഠിച്ചിരുന്നു. ഇനി നിങ്ങൾക്ക് അമേരിക്കയും യൂറോപ്യൻ യൂണിയനെയും വിശ്വാസമില്ലെങ്കിൽ ഇപ്പോൾ ചൈനയും വളരെ വലിയ രീതിയിൽ ചൊവ്വയിൽ ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ റോബോട്ടിക് വാഹനങ്ങളും റോവറുകളും അതുപോലെ തന്നെ കറങ്ങുന്ന ഓർബിറ്ററുകളും ഒക്കെ തന്നെ ചൊവ്വയിലുള്ളതുകൊണ്ട് ചൊവ്വയുടെ 24/7 ചിത്രങ്ങൾ വേണമെങ്കിലും നമുക്കിപ്പോൾ എടുക്കാൻ സാധിക്കുന്നുണ്ട്. ചൊവ്വയിൽ വെള്ളമുണ്ടായിരുന്നു എന്നുള്ളതിന് പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോൾ പെർസെവറൻസ് ഓടിക്കൊണ്ടിരിക്കുന്ന ജസീറ ക്രേറ്റർ. ചൊവ്വയുടെ പല ഭാഗത്തു നിന്ന് നീർച്ചാലുകൾ ഒഴുകി ഒരു വലിയ ഗർത്തത്തിലേക്ക് വെള്ളം എത്തിക്കുന്നത് പോലെയുള്ള രൂപങ്ങൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ജസീറ ക്രേറ്റർ എന്ന് പറയുന്നത് ഒരു വലിയ ഉൽക്ക വന്നിടിച്ചതിന് ശേഷം രൂപപ്പെട്ട വലിയ കുഴിയാണ്. എന്നാൽ ഇതുപോലെ തന്നെ നമ്മുടെ ഭൂമിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം വലിയ കുഴികൾക്ക് കൈവഴികളിലൂടെ വെള്ളം വരാറുണ്ട്. പലതരത്തിലുള്ള തോടുകളും പുഴകളും നീർച്ചാലുകളും കായലുകളിൽ വന്ന് ചേരുന്ന പോലെ വലിയ വലിയ തടാകങ്ങളിൽ വന്ന് ചേരുന്നത് പോലെയാണ് ചൊവ്വയിലെ ജസീറ ക്രേറ്ററിലേക്ക് വാട്ടർ സപ്ലൈ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്ന തരത്തിൽ നീർച്ചാലുകളുള്ളത്. അപ്പോൾ പെർസെവറൻസ് ഈ നീർച്ചാലുകൾക്കരികിലൂടെ പോവുകയും അവിടുത്തെ മണ്ണ് ശേഖരിക്കുകയും ചിത്രമെടുക്കുകയും ചെയ്തപ്പോൾ അവിടെ ഉരുളൻ കല്ലുകൾ, നമ്മുടെ ഭൂമിയിൽ ഉരുളൻ കല്ലുകൾ പ്രധാനമായിട്ടും വരുന്നത് നദി ഒഴുകുമ്പോഴോ വെള്ളം ഒഴുകുമ്പോഴോ കല്ലുകളിങ്ങനെ നിരന്തരം ഉരുണ്ടാണല്ലോ. ഇതേപോലെ രൂപപ്പെട്ട പെബിൾസ് അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളമൊഴുകി ചെളി അട്ടിയിട്ട് കിടക്കുന്ന തോടുകൾ പോലെ, വറ്റിയ തോടുകൾ പോലെയുള്ള രൂപങ്ങളെയും നമ്മുടെ പല പേടകങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പണ്ടെങ്ങോ ചൊവ്വയിൽ വെള്ളമുണ്ടായിരുന്നുവെന്നും അതിൻ്റെ ഫലമായി ചിലപ്പോൾ ചൊവ്വയിൽ നീർച്ചാലുകൾ ഒഴുകിയിരുന്നു, അങ്ങനെയാണെങ്കിൽ അവിടെ കാർമേഘങ്ങളും മഴയുമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിൽ പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചൊവ്വയിൽ എന്തോ സംഭവിച്ചതിന് ശേഷം അവിടെയുള്ള വെള്ളം നഷ്ടപ്പെട്ടതായിരിക്കാം. ഇപ്പോഴും ഒരു വലിയ ശേഖരം അതിൻ്റെ ഐസ് ക്യാപ്പുകളുടെ രൂപത്തിൽ ധ്രുവപ്രദേശങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മഞ്ഞിൻ്റെ രൂപത്തിൽ അവിടെ കിടക്കുന്നുണ്ട്. അത് ഉരുകാറില്ല, പകരം വലിയ ഒരു ഡെപ്പോസിറ്റായിട്ട് വലിയൊരു ഐസ് ക്യാപ്പായിട്ട് നിൽക്കുന്നു എന്നുള്ള കണ്ടെത്തൽ ഭാവിയിൽ മനുഷ്യൻ ചൊവ്വയിലേക്ക് പോകുമ്പോൾ അതിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ സഹായിക്കും എന്നുള്ള വിശ്വാസത്തെ കൂട്ടുന്നുണ്ട്. അപ്പോൾ ചൊവ്വയിൽ ആരാണ് കളിക്കുന്നത്? ചൊവ്വയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളൊരു വാതകം എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡാണ്. അതെ, നമ്മൾ പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡ് ഭൂമിയിൽ വളരെ കുറവാണ്. ഇനി നമ്മുടെ ഭൂമിയിൽ കാർബൺ ഡയോക്സൈഡ് കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് ദോഷമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ ഈ ഹരിതഗൃഹ വാതകങ്ങൾ, കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ ഉൾപ്പെടെയുള്ള വാതകങ്ങളെ കുറയ്ക്കണം എന്ന് പറയുന്നത്. പക്ഷേ ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ 90% കാർബൺ ഡയോക്സൈഡാണ്. അതിൽ നിന്ന്
പല കാര്യങ്ങളും ഊഹിക്കാം. ചുമ്മാ ഡോട്ടുകൾ പൂരിപ്പിക്കുന്നത് ശരിയല്ല, എന്നാലും വേണമെങ്കിൽ പണ്ട് ചൊവ്വയിൽ ഓക്സിജനൊക്കെ ഉണ്ടായിരുന്നുവെന്നും അത് പിന്നീട് കാർബൺ ഡൈ ഓക്സൈഡായി മാറിയതിലൂടെയാണ് അവിടെയുള്ള ജീവനും വെള്ളത്തിൻ്റെ സാന്നിധ്യവുമൊക്കെ ഇല്ലാതായത് എന്ന് അനുമാനിച്ചൂടെ? അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ ചൊവ്വയിൽ ഗുരുത്വാകർഷണ ബലം കുറവാണ്, വായുവിൻ്റെ മർദ്ദം കുറവാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ചൊവ്വയെ ടെറാഫോം ചെയ്തെടുക്കുക എളുപ്പമല്ല. ടെറാഫോമിംഗ് ഓഫ് മാർസ് എന്ന് പറയുന്നത് നല്ലൊരു ടോപ്പിക്കാണ്, എന്നെ ഓർമ്മിപ്പിക്കുക, നമുക്ക് മറ്റൊരു എപ്പിസോഡ് ചെയ്യാം. സോ അവിടുത്തെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രത്യേകത, നല്ല തണുത്ത അന്തരീക്ഷമായതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസായും സോളിഡായും മാറുന്നുണ്ട്. അതായത് കട്ടിയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഡ്രൈ ഐസ് എന്ന് നമ്മൾ പറയും, അങ്ങനെ മഞ്ഞ് പോലെ രൂപപ്പെടാറുണ്ട്. അതിനുശേഷം സീസൺ മാറുന്നതിനനുസരിച്ച് ഇത് ലിക്വിഡാകാതെ അല്ലെങ്കിൽ ദ്രാവകമാകാതെ പെട്ടെന്ന് വാതകമായി അന്തരീക്ഷത്തിലേക്ക് തിരികെ വരാറുമുണ്ട്. സോ മഞ്ഞുപോലെ കാണപ്പെടുന്നതിൽ ഭൂരിഭാഗം ഏരിയയിലും കാർബൺ ഡൈ ഓക്സൈഡ് ഖരരൂപത്തിൽ അതിശക്തമായ ശൈത്യത്തിൽ കിടക്കുന്നതാണ്. അപ്പോൾ ഭൂമിയിൽ മഞ്ഞുകാലവും മഴക്കാലവും പല സ്ഥലങ്ങളിൽ വരാറുണ്ട്, വേനൽക്കാലവും വരാറുണ്ട്. ചൊവ്വയിലും ചില സ്ഥലങ്ങൾ നല്ല വേനലാവുകയും ചില സ്ഥലങ്ങൾ നല്ല തണുപ്പാവുകയും ചെയ്യാറുണ്ട്. വേനൽ എന്ന് പറയുമ്പോൾ താരതമ്യേന വെയിൽ കിട്ടാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഐസായിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ പെട്ടെന്ന് എക്സ്പ്ലോഡ് ചെയ്തിട്ട് ഒരു പൊട്ടിത്തെറി പോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസായിട്ട് പുറത്തേക്ക് വമിക്കാനുള്ള സാധ്യതയും ചൊവ്വയിൽ കാണപ്പെടുന്നുണ്ട്. ഈ ഒരു സംവിധാനമാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രതിഭാസമാണ് ചൊവ്വയിൽ പലതരത്തിലുള്ള രൂപങ്ങളെ സൃഷ്ടിക്കുന്നത്. ഭൂമിയിൽ തന്നെ നമ്മുടെ പല പാറക്കഷ്ണങ്ങൾക്കിടയിലും വെള്ളം കയറിയിരുന്നതിന് ശേഷം ഇൻ കേസ് അത് മഞ്ഞാകാൻ സാധ്യതയുള്ളൊരു പ്രദേശമാണെങ്കിൽ ഈ മഞ്ഞായി മാറുമ്പോൾ വെള്ളത്തിൻ്റെ വോളിയം കൂടുകയും ആ പാറയെയും ഹോളിനെയൊക്കെ പൊട്ടിക്കുകയും ചെയ്യും. ഐസിന് വെള്ളത്തേക്കാൾ വോളിയം, വ്യാപ്തി കൂടുതലാണ്, കാര്യം വികസിക്കും. ഇതുപോലെയാണ് ഭൂമിയിൽ പല സ്ഥലങ്ങളിലും മഞ്ഞുള്ള സ്ഥലത്ത് മഞ്ഞുരുകുന്ന സമയത്ത് ഇറോഷനൊക്കെ സംഭവിച്ച് മണ്ണൊലിപ്പൊക്കെ സംഭവിച്ച് രൂപങ്ങൾ പലതരത്തിൽ പ്രത്യക്ഷപ്പെടുക. ചൊവ്വയിലാണെങ്കിൽ ഇതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് മഞ്ഞായി കിടക്കുന്നത് പെട്ടെന്ന് വാതകമായി മാറാനുള്ള പ്രതിഭാസം ഉണ്ടാവുകയും അതിലൂടെ പലതരത്തിൽ മണ്ണൊലിപ്പിന് തുല്യമായ പ്രതിഭാസങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് അവിടെയുള്ള പല രൂപങ്ങളും പല കുന്നുകളും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു രീതിയിലേക്ക് മാറുന്നത്. മാത്രമല്ല, അവരുടെ ധ്രുവപ്രദേശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയിൽ കാണപ്പെടുന്ന ഡ്യൂണുകൾ പോലെയുള്ള ഈ ബീൻസിൻ്റെ ഷേപ്പിലുള്ള പല രൂപങ്ങളും, അതുപോലെ തന്നെ ചിലന്തി വല പോലെ വളരെ വിചിത്രമായി തോന്നാവുന്ന രീതിയിൽ ബ്രാഞ്ചസായി കിടക്കുന്ന പല നീർച്ചാലുകൾ പോലെയുള്ള രൂപങ്ങളും ചൊവ്വയിൽ സീസണലി പ്രത്യക്ഷപ്പെടാറുണ്ട്. 2-3 മാസം കൊണ്ടൊന്നും ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ ഒരു വർഷം കൊണ്ട് സംഭവിക്കാം, അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ടുണ്ടാകാം, ചിലപ്പോൾ ഒരുപാട് കാലം അങ്ങനെ കിടക്കാം. അപ്പോൾ ഈ ധ്രുവപ്രദേശങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഐസായിട്ടിരിക്കുന്ന ഭാഗത്തുള്ള ബീൻസിൻ്റെ ഷേപ്പിലുള്ള ഡ്യൂണുകൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ രൂപപ്പെട്ടവയും അവ പെട്ടെന്ന് രൂപം മാറുന്നവയൊന്നുമല്ല. ഈ ഡ്യൂണുകൾ രൂപപ്പെടാൻ കാർബൺ ഡൈ ഓക്സൈഡും അതിൻ്റെ വാതകാവസ്ഥയും മാത്രം പോരാ, കാറ്റുകളുടെ ആവശ്യവുമുണ്ട്. ചൊവ്വ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സാൻഡ് സ്റ്റോംസ് ഉണ്ടാകുന്ന ഒരു ഗ്രഹമാണ്. ഭൂമിയിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുങ്കാറ്റുകൾ ചൊവ്വയിൽ ഉണ്ടാകുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പഠനങ്ങൾ സൂചിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ചൊവ്വയുടെ ഉപരിതലത്തിലുണ്ടാകുന്ന കൊടുങ്കാറ്റുകളുടെ ചിത്രങ്ങൾ നമ്മുടെ പല പേടകങ്ങളും എടുത്തിട്ടുണ്ട്. അവയ്ക്ക് കൃത്യമായി ചൊവ്വയുടെ ഉപരിതലത്തെ സ്വാധീനിക്കാനും അവിടുത്തെ പൊടിപടലങ്ങളെ മറ്റ് ദിശകളിലേക്ക് എത്തിക്കാനും ഡ്യൂണുകൾ പോലെയുള്ളവ സൃഷ്ടിക്കാനും കഴിയും. നമ്മൾ വിചാരിക്കുന്ന പോലെ അതിശക്തമായ കൊടുങ്കാറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ വായുമർദ്ദം കുറവായതുകൊണ്ട് ഭൂമിയിലുള്ളതുപോലെയുള്ള ടൊർണാഡോ ഒന്നും ആയിരിക്കില്ല. എങ്കിലും ഈ ഭീകരമായ പൊടിയുടെ ഒരു അംശവും ഇതിൻ്റെ ഒരു വ്യാപ്തിയും നോക്കുമ്പോൾ മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമായി ചൊവ്വയിലെ പൊടിക്കാറ്റുകൾ മാറാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മാർഷ്യൻ സിനിമ കണ്ടപ്പോൾ ശ്രദ്ധിച്ചിരിക്കും, ചൊവ്വയുമായി ബന്ധപ്പെട്ട് ചൊവ്വയിലിറങ്ങുന്ന ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും അതിൽ ഈ പൊടിക്കാറ്റിന് വലിയ സ്വാധീനമുണ്ട്. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ്. കാരണം അവിടെ വായുമർദ്ദം കുറവാണ്, മാത്രമല്ല അവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് വളരെ പെട്ടെന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈസിലി വാതകങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതാണ് ചൊവ്വയിൽ പ്രധാനമായിട്ട് നടക്കുന്നൊരു പ്രത്യേകത. അപ്പോൾ അവിടെയുള്ള പല ചിത്രങ്ങളെയും നിരന്തരം പല പേടകങ്ങളും ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ബിരുദന്മാരായിട്ടുള്ള ആളുകൾ, നമുക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നും, അതിപ്പോൾ ഒരു വിഗ്രഹം പോലെ ഇരിക്കുന്നില്ലേ, അതൊരു സ്ത്രീയുടെ രൂപം പോലെ, അതൊരു നിഴൽ പോലെ, അതൊരു കാളക്കുട്ടിയെ പോലെ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ചിലർ അതിനെ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്ത് സൂം ചെയ്ത് AI ടൂൾസും മറ്റൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ചെറിയ ചെറിയ ചേഞ്ചസുകൾ വരുത്തുകയും ആ ചേഞ്ചസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ വിസിബിളി ഇത് ഏതോ മനുഷ്യ സാദൃശ്യമുള്ള രൂപമല്ലേ, അല്ലെങ്കിൽ ഇത് പിരമിഡല്ലേ എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യും. പ്രകൃതിയിൽ നാച്ചുറലി പല കാര്യങ്ങളും സംഭവിക്കും. അത് പ്രകൃതി എന്ന് പറയുമ്പോൾ ഭൂമിയുടെ പ്രകൃതി മാത്രമല്ല, ചൊവ്വയിൽ ഉൾപ്പെടെ പലതും സംഭവിക്കും. ചന്ദ്രനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ചന്ദ്രനേക്കാൾ ഏരിയ കൂടുതൽ ചൊവ്വയിലായതുകൊണ്ടും ചന്ദ്രനേക്കാൾ ദൂരെ ആയതുകൊണ്ടും അവിടെ പലതരത്തിലുള്ള ജിയോളജിക്കൽ ആക്ടിവിറ്റികൾ നടക്കുന്നത് കൊണ്ടും നമുക്ക് ചൊവ്വയിൽ നിന്നുള്ള ചിത്രങ്ങൾ കാണുന്ന സമയത്ത് ഇങ്ങനെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മാത്രമല്ല, നമ്മൾ റോബോട്ടിക്
വസ്തുക്കൾ മാത്രമേ ചൊവ്വയിൽ കൊണ്ടുപോയിട്ടുള്ളൂ. സോ അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റകളെ നമുക്ക് പെട്ടെന്ന് വെരിഫൈ ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു പ്രശ്നവും ചൊവ്വയിൽ ഇത്തരത്തിലുള്ള രൂപങ്ങളുണ്ട് എന്ന് തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്നുണ്ട്. ചന്ദ്രനിൽ ഇങ്ങനൊരു കാര്യം കാണുകയാണെങ്കിൽ ഈസിലി നമുക്കതിനെ ഡീബങ്ക് ചെയ്യാം. കാരണം ഇന്ത്യക്കുൾപ്പെടെ ആക്റ്റീവായിട്ടുള്ള ഒരുപാട് പേടകങ്ങൾ ചന്ദ്രന് ചുറ്റുമുണ്ട്. മനുഷ്യൻ ചന്ദ്രനിലിറങ്ങിയപ്പോൾ അല്ലെങ്കിൽ അപ്പോളോ ദൗത്യം വഴി മനുഷ്യൻ ചന്ദ്രനിലിറങ്ങിയപ്പോൾ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയ വസ്തുക്കളെയും കൊടിയെയും പോലും നമുക്ക് ചന്ദ്രന് ചുറ്റുന്ന പേടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സൂം ചെയ്ത് കൺഫേം ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ നമുക്ക് 3D ഇമേജ് വരെ ലഭ്യമാണ്. പക്ഷേ ചൊവ്വയുടെ സർഫസിനെ നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട് എങ്കിലും അവിടെ ഇത്തരത്തിൽ പെർസെവറൻസ് പോലെയുള്ള പേടകങ്ങൾ എടുക്കുന്ന ചിത്രങ്ങൾക്കിടയിൽ വരുന്ന വിചിത്രമായി തോന്നാവുന്ന രൂപങ്ങൾ വെറും കോയിൻസിഡൻസ് മാത്രമാണ് എന്നും പാറ്റേണുകൾ തിരിച്ചറിഞ്ഞ് അപകടങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ ബ്രെയിൻ വികസിപ്പിച്ചെടുത്ത അനേക മാർഗങ്ങളിലുള്ള ഒരു സാധ്യതയാണ് നമ്മൾ പല കാര്യങ്ങളെയും കാണാൻ കാരണമെന്നുമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിൽ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് സ്പേസ്, ഫിസിക്സ് അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഫേക്ക് ന്യൂസുകൾ, നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ വഴി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾ എന്നിവയൊക്കെ തന്നെ JR സ്റ്റുഡിയോ മലയാളം എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങളെനിക്ക് മെസ്സേജായിട്ട് അയക്കുകയാണ് എങ്കിൽ ഞാൻ വായിക്കുന്ന മെസ്സേജുകൾ, ശ്രദ്ധയിൽപ്പെടുന്ന മെസ്സേജുകൾക്ക് റിപ്ലൈ തരുന്നതും നമ്മൾ എപ്പിസോഡ് ചെയ്യുന്നതുമാണ്. എല്ലാം ചെയ്യണമെന്നില്ല, പക്ഷേ ഈ ഒരുപാട് മെസ്സേജ് വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്കായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഫ്രീ ടൈമിൽ ഞാൻ നോക്കി നിങ്ങളോട് റിയാക്ട് ചെയ്യാം. മാത്രമല്ല ഈ അടുത്ത് ഫേസ്ബുക്കിൽ ഒരു വ്യക്തി ചന്ദ്രനിലേക്ക് പോകാനുള്ള എളുപ്പമാർഗ്ഗം എന്നുള്ള രീതിയിൽ ഒരു ഫിസിക്സിൻ്റെ കുറേ ടേംസ് ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്ന വീഡിയോ നിങ്ങൾ ഒരുപാട് പേര് ഷെയർ ചെയ്തിരുന്നു. പക്ഷേ നിങ്ങൾ അയച്ച ആ ഒരു വൈറൽ ഫേസ്ബുക്ക് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഇനി അത് അയക്കേണ്ട കാര്യമില്ല, കാര്യം എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് മനസ്സിലാവുന്നില്ല പറയുന്ന കാര്യങ്ങൾ. പക്ഷേ പുള്ളിക്കാരൻ എന്തൊക്കെയോ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. സ്പേസുമായി ബന്ധപ്പെട്ട കൂടുതൽ എപ്പിസോഡുകൾ ഇനിയും ഉണ്ടാകും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പ് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്, കാര്യം ഞാനിപ്പോൾ വീട്ടിലല്ല, അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ എവിടെ പോയാലും വീഡിയോസ് ചെയ്യും, അതിൻ്റെ ഒരു തെളിവായിട്ട് കണക്കാക്കിയാൽ മതി. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ